ഹായ് ഫ്രണ്ട്സ് ടോറായിട്ട് പോവാം. ആറാം എല്ലാവരും പ്രപ്പോസ് ആറാം ഷോക്ക് ആറുണ്ട് ഫ്രണ്ട്സൊക്കെ ഷോക്ക്. എന്താടാ ഇവൾക്ക് മാരേജ് കഴിഞ്ഞില്ല ഇവനക്ക് ഈ പെണ്ണുക്കും അറിയില്ലേ? ഷോക്ക് പറയാ ഇവൾക്ക് ഓർമ്മയില്ലടാ, പറഞ്ഞിട്ടില്ല സീക്രട്ടിന്. അതിന് ആറാമക്ക് ഷോക്കായി. അതുകൊണ്ട് ആറാം പറയാൻ തുടങ്ങി, സോറി സോറി മിയ, റിയലി സോറി, ഐ എം കമ്മിറ്റഡ്, സോറി ആക്ച്വലി എനിക്ക് മാരേജുമായി. അങ്ങനെ ഷുഗർ പറഞ്ഞു, ആറാം പറഞ്ഞു, റിങ് കാട്ടി, എനിക്ക് മാരേജുമായി, എനിക്ക് വൈഫും ഉണ്ടു. അങ്ങനെ പറഞ്ഞു ആറാം അവിടുന്ന് പോയി. ഇതുകൊണ്ട് മിയക്ക് ഷോക്ക്, എന്ത് വൈഫാ, ഇവർ കളവ് പറഞ്ഞു. അങ്ങനെയായിട്ട് ആ പെണ്ണ് പിന്നെ പറയുന്നു. അപ്പോൾ ഷുഗർ വന്നു, അതെ അവൻ പറഞ്ഞത് സത്യമാണ്, അവനിക്ക് മാരേജായി. എന്ത് മാരേജായോ? നിങ്ങളൊക്കെ അറിയോ? അറിയോ, അവർ രണ്ടുപേര് ലവേഴ്സാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ലവേഴ്സ് അതല്ല, അവർക്ക് ഓൾറെഡി മാരേജായി. അത് മാത്രമല്ല ഹസ്ബൻഡ് വൈഫ് എന്ന് ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കാൻ ലവേഴ്സാണ് ഡാദരി എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ ആ പെൺമിയൊക്കെ ടെൻഷനായി, സങ്കടമായി. എന്നിട്ട് ഹീറോയ്ക്ക് ഇത് കണ്ട് ടെൻഷനായി. ശരി ഇവന് വെച്ചിട്ടുണ്ട് കോളേജ് ഇതോട്ട്. അങ്ങനെ ആറമ്മക്ക് കോളേജ് അളക്കി ആറമ്മ വീട്ടിലൊക്കെ വന്നു. അങ്ങനെ വീട്ടിൽ നോക്കും ഒരാളില്ല, മേഡില്ല, ആരില്ല വീട്ടിൽ. ഹീറോയിൻ മമ്മി ഉണ്ടില്ല. ഹീറോയിൻ കാളുമേലെ കാള് വെച്ചത് ഹീറോനെ ഒരുമാതിരി മുറിക്കായിരുന്നു. ആറമ്മക്ക് പേടിക്കാൻ തുടങ്ങി. എന്തിനെ മുറിക്കുന്നെ? ആറാം എന്ത് കുളിച്ച് ബ്രഷ് ആയിട്ട് വാ. അത് ഹോംവർക്കുണ്ടാ? ഉണ്ട്. എത്ര ഹോംവർക്ക്? അത് ഇംഗ്ലീഷ്. ശരി ഓക്കെ ഇംഗ്ലീഷ്, പിന്നെ അത് മാത്സ്. ഓക്കെ 2 എക്സാം 2 ക്ലാസ് മാത്രമുള്ളത്. പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ആറും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ഫുഡ് കഴിച്ചു, പോയി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതി കഴിഞ്ഞു. മാത്സ് നന്നായിട്ട് എഴുതി ആറും കഴിഞ്ഞു. ശരി ഓക്കെ കഴിഞ്ഞു. ശരി ഓക്കെ. നാളെ ക്ലാസ്സില്ലല്ലേ? അത് നാളെ ക്ലാസ്സില്ലല്ലേ? ക്ലാസ് ഇല്ല നാളെ. അതെടാ നാളെ ആറും. ശരി ഓക്കെ. അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആറമ്മക്ക് ഡ്രസ്സ് ഇട്ട് വന്നായിരുന്നു ഹീറോയിൻ. ആറമ്മക്ക് ഷോക്കായി. എന്താ അതിനായിട്ട് ആറാമ്മ അടുത്ത് വന്നു. ഇവിടെ ബെഡിലിരി. അത് അങ്ങനെ ആറാമ്മ ബെഡിലിരുന്നു. ഹീറോ ദൂരെ നിൽക്കടെ നിന്ന് ആറാമ്മ ആറാമ്മയുടെ അടുത്ത് വന്ന് പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. ആറാമ്മ ചെയ്യാൻ തുടങ്ങി. ആറാമ്മ പറയാൻ തുടങ്ങി, വീട് എന്നെ എന്താ ചെയ്യുന്നത്? ആറാമ്മനെ മുറിക്കാൻ തുടങ്ങി ഹീറോയിൻ. അങ്ങനെ ആറാമ്മ ഡ്രസ്സ് വാങ്ങിച്ച് ശരി ഡ്രസ്സ് വാങ്ങിച്ച് അത് മാത്രം ഡ്രസ്സ് മാറ്റി. ആറാമ്മക്ക് ഇങ്ങനെ പേടിയാവാൻ തുടങ്ങി. ഹീറോയിൻ്റെ അവിടെ ഒരു കൈ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. ആറാം വീട്ടിൽ ആറാം പറയാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ കടിക്കാൻ തുടങ്ങി ഹീറോനെ. അങ്ങനെ രണ്ടുപേരും റൊമാൻസ് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫുൾ ഹീറോയിൻ ആയിട്ട് അവൾക്ക് ഒന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു. അവനെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അവൾക്ക് ഒരുമാതിരി അവനക്ക് അതും കുറച്ച് അറിയില്ലേ. എന്ത് ചെയ്യാന്ന് ആലോചിച്ചേക്കാന്ന് ആറൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനായിട്ട് അവനെ കുറച്ച് തേങ്ങയായിരുന്നു. ഹീറോയിൻ മാത്രം എന്താടാ ചെയ്യുന്നത്? അത് കൈവിട്ട ഹീറോയിനെ പിടിച്ചിതാക്കി. സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര മൂന്നിങ് ഹീറോയിൻ. കുറച്ച് പെയിനുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ ശരി ഓക്കെ കുറച്ച് ടയർഡായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വെച്ച് ചെയ്യാൻ തുടങ്ങി ഹീറോയിൻ. അയ്യോ ഇവനോട് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ഹീറോയിനെ ചെയ്തു. അവനെ കൊണ്ട് പേർക്ക് എല്ലാം നടന്നു. സ്മാഷ് ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. ശരിയാക്കി അവൾ ഡിന്നർ കഴിക്കാൻ പറഞ്ഞു. ഡിന്നർ കഴിക്കാൻ തുടങ്ങി. ഹീറോയിൻ ടയർഡായിരുന്നു, റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞു. കൊച്ച് വീട്ടിലുണ്ടായിരുന്നു. ഹീറോയിനെ നല്ലൊരു കെയറിങ് നോക്കി. പിറ്റേന്ന് ക്ലാസ്സിൽ അങ്ങനെ പോയി. ഹീറോ
ക്ലാസ്സിൽ ഭയങ്കര പഠിക്കാൻ ഭയങ്കര ബിസി ആയിരുന്നു. പഠിക്കുന്നില്ല. മിയ വന്നിട്ട് പറയാൻ തുടങ്ങി, ആറും എന്താ മിയ, നിൻ്റെ വൈഫ് ഒന്ന് കാട്ടാൻ പറ്റുമോ? സോറി മിയ, അത് വൈഫിന് ഇപ്പം കാട്ടാൻ പറ്റില്ല. എൻ്റെ വൈഫ് ഫേമസ് ആണ്, അതുകൊണ്ട് അതൊന്നും കാട്ടാൻ പറ്റില്ല. അങ്ങനെ മിയ എന്നോട് പറഞ്ഞു. അങ്ങനെ മിയക്ക് ടെൻഷൻ തുടങ്ങി. ഇവനെന്താ ഇവൻ്റെ വൈഫ് കാട്ടില്ല, ഒരു വില കളവ് പറയുന്നതായിരിക്കും. അങ്ങനെ മിയക്ക് ടെൻഷൻ തുടങ്ങി. മിയക്ക് ഒരുപാട് ടെൻഷനാകാൻ തുടങ്ങി. ആരാണെന്നറിയണോ? അങ്ങനെ മിയക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ശരി ഓക്കെ, എങ്ങനെയായിട്ട് മിയ പറഞ്ഞു. ശരി ഓക്കെ, ആരാണ് എൻ്റെ വൈഫിനെ കണ്ടുപിടിച്ച പറ്റുമെന്ന് മിയ ടെൻഷനാവാൻ തുടങ്ങി. മിയക്ക് ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയായിട്ട് മിയക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. മിയക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു. നിറയെ പേർക്ക് അറിയായിരുന്നു. മിയക്ക് ഒരു കാര്യം അറിയില്ല, ആരാണ് ഹസ്ബൻഡ് വൈഫ്, ഇവർ ഹസ്ബൻഡ് വൈഫാണോ അല്ലേ എന്ന് ആർക്കും അറിയില്ല. മിയക്ക് ഒട്ടും ടെൻഷനായിരുന്നു. അങ്ങനെ മിയ ഇങ്ങനെ ടെൻഷനായിട്ട് വീട്ടിലൊക്കെ വന്നു. മിയ അച്ഛനോട് പറയുന്നേ, അച്ഛാ എന്ത് പറ്റി മിയ, എനിക്ക് ആറാമനെ ഇഷ്ടപ്പെട്ടു. എന്താടാ അവനെ ഇഷ്ടപ്പെട്ടതാ? അതച്ഛാ, എനിക്ക് അവൻ കൂടെ മാരേജ് ചെയ്യണം. അവൻ്റെ വീട് അഡ്രസ്സ് അറിയോ അച്ഛാ? എന്നെ പ്ലീസ് പറഞ്ഞു. ശരിടാ, ഞാൻ പോയിട്ട് സംസാരിച്ച് നോക്കാം. ശരി അച്ഛാ. അങ്ങനെ മിയ ഹാപ്പിയിൽ പോയി. അപ്പോൾ ആറമ്മക്ക് എനിക്ക് മാരേജ് നടക്കുമെന്ന് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് മിയക്ക് ഒന്നും നടക്കുന്നായിരുന്നില്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു, മോളെ എനിക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അത് ഞാൻ പോയിട്ട് വന്ന് സംസാരിക്കാം. ഓക്കെ അല്ലേ മിയ നിനക്ക്? ഓക്കെ ഡാഡി എന്ന് മിയ പറഞ്ഞു. അങ്ങനെയായിട്ട് ഒരിക്കൽ അങ്ങനെ ആറാം വന്നു. അങ്ങനെ ആറാമിനെ മിയ ഒരു ദിവസം ഇവൻ്റെ വീട്ടിൽ ഫോളോ ചെയ്ത് പോവാം. അങ്ങനെ മിയ ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആറാം വന്നു വീട്ടിലൊക്കെ. അങ്ങനെ ആറാം വരുന്നത് ഫോളോ ചെയ്ത് മെല്ലോണം ഫോളോ ചെയ്ത് വന്നു. ആറാം എവിടേക്ക് പോകുന്നത്? ആറാം കാറിൽ പോകാൻ തുടങ്ങി. അങ്ങനായിട്ട് കാർ പോകാൻ തുടങ്ങി. അങ്ങനെ മിയ കാർ ഡ്രൈവിങ് ചെയ്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി. ആ കാറിൽ ഒരു ഗേൾ ഇറങ്ങി. അതെ, ഫുൾ മാസ്ക് ഇട്ടായിരുന്നു. ആറാം